കാലുകൾ ഇടറാത്തവരായോ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ അല്പമെങ്കിലും പതറാത്തവരാരുമില്ല. ആ ഒരു പരിഗണന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം. അവരായിരിക്കുന്ന ഈ സമൂഹത്തിലെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കൂടുതൽ ടെംപ്റ്റേഷൻ അവരെ വശംവദരാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ചേർത്ത് നിർത്താനും അവരുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാനും അവരെ ചേർത്ത് നിർത്തി ഉപദേശിക്കുവാനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുവാനുമുള്ള ഒരാർജവം നമ്മളുടെ സീനിയേഴ്സ് മുതിർന്നവർ കാണിക്കുന്നുവെങ്കിൽ നമ്മളുടെ യുവാക്കളിൽ വലിയ പ്രതീക്ഷകൾ ഇന്ന് ഉറങ്ങുന്നുണ്ട്. അവരാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ, അവരാണ് നാളെ സഭയുടെ പില്ലേഴ്സ്, അവരാണ് സമൂഹത്തിൻ്റെയും അവർ തന്നെയാണ്. എൻ്റെ പ്രതീക്ഷകളെല്ലാം അവരിലാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഡോക്ടർ സിനി ജോയ്സ് മാത്യുവുമായി നടത്തുന്ന സംഭാഷണങ്ങളുടെ അവസാനത്തെ എപ്പിസോഡാണിത്. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ശാസ്ത്രജ്ഞനാണ്, യുവജന പ്രവർത്തകനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. എറണാകുളത്ത് ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ച്, സഭാ ശുശ്രൂഷയെക്കുറിച്ച്, അതിൽ അദ്ദേഹം എടുക്കുന്ന അപ്രോച്ചുകളെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മളോട് പറയുന്നു. കേൾക്കുക ഡോക്ടർ സിനി ജോയ്സ് മാത്യുവിൻ്റെ സംഭാഷണം. ഈ സയൻസും റിലീജിയനും ഒരുമിച്ച് പോകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയുക? സയൻസും റിലീജിയനുമാണ്. ഫിസിക്സിലുള്ള ഒരു സംശയം ആരും പോയിട്ട് ഹിസ്റ്ററി ബുക്കിൽ നോക്കില്ല. സയൻസിനെ പ്രൂവ് ചെയ്യാൻ ബൈബിൾ ഉപയോഗിക്കരുത്, ബൈബിളിനെ പ്രൂവ് ചെയ്യാനായിട്ട് സയൻസ് ഉപയോഗിക്കരുത്. രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. അവിടെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്. കാരണം ബൈബിളിനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് സയൻസ് വേണം ഉപയോഗിക്കാം. സയൻസ് എന്ന് പറയുമ്പം ഫിസിക്സ് മാത്രമല്ലല്ലോ. ഇപ്പം ഇപ്പം ആർക്കിയോളജി, ജിയോളജി, അതെല്ലാം സയൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബിബ്ലിക്കൽ ലെൻസ് വെച്ച് നോക്കുവാണെങ്കിൽ എവിഡൻസ് എന്ന് വേണേൽ പറയാം. ചില കാര്യങ്ങളിൽ എവിഡൻസുകളോ ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു സയന്റിഫിക് ട്രുത്തിനെ നമുക്ക് ചില ട്രുത്ത് ആയിരിക്കാം. ഇപ്പൊ ഭൂമി അവൻ ശൂന്യത്തിന്മേൽ തൂക്കുന്നു, പക്ഷെ സയന്റിഫിക് ഫാക്ട്. അതേ സമയത്ത് സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സയന്റിഫിക് ഫാക്ട് അല്ല. സോ അത് പോയറ്റിക് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് സയന്റിഫിക് ഫാക്ട്സിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ചില കാര്യങ്ങൾ ട്രൂ ആയിരിക്കാം, അപ്പം പക്ഷെ അത് നമുക്ക് എല്ലായിടത്തും ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ബൈബിൾ ഡീല് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അത് കമ്പയർ ചെയ്യാൻ മറ്റ് സ്പിരിച്വൽ ബുക്സുമായിട്ട് കമ്പയർ ചെയ്തു, പക്ഷേ അത് ഒരിക്കലും സയൻസുമായിട്ട് നമ്മളെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ബൈബിൾ റാഷണലാണ്. അതായത് ബൈബിൾ എഴുതിയിരിക്കുന്ന കോണ്ടെക്സ്റ്റുകളിൽ വെച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന സത്യമാണ്. അപ്പം സൂര്യനെ അവൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് യൂസേജ് ആണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് സയൻസുമായിട്ട് കോൺട്രഡിക്ഷൻസ് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ ബൈബിളിനെ കാണുന്ന ഒരു സ്പിരിച്വൽ ഒരു നറേഷനായിട്ടാണ്. മറ്റേത് സയൻറ്റിഫിക് നറേഷൻ ഫാക്ട്സ് ആണ്. ഫാക്ട്സ് എന്ന് പറഞ്ഞാലും അത് പലപ്പോഴും അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചു കാലം മുമ്പ് പറഞ്ഞ് ടൊമാറ്റോ കഴിക്കരുതെന്ന്, ഇപ്പോൾ പറഞ്ഞ് ടൊമാറ്റോ കഴിക്കണമെന്ന് പറയും. നാളെ വീണ്ടും പറഞ്ഞ് ചിലപ്പോൾ ടൊമാറ്റോ കഴിക്കരുതെന്ന് പറയും. കാരണം ഇറ്റ്സ് എ റിവീൽഡ് ഫാക്ട്, പതുക്കെയാണ് റിവീൽ ചെയ്ത് വരുന്നത്. പക്ഷേ ബൈബിളിൻ്റെ ഫാക്ട്, സ്പിരിച്വൽ ഫാക്ട്സ് ഫോർ എവർ. ഒരു പക്ഷേ കണ്ടംപററി ലൈഫിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നല്ലതായിരിക്കാം, പക്ഷേ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് നെവർ ചേഞ്ചസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സയൻസും ബൈബിളും കോൺട്രഡിക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സയൻസിനെ സയൻസായിട്ടും ബൈബിളിനെ ബൈബിളായിട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണണമെന്ന് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ മനസ്സിലോട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ന്യൂ എത്തിയസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അതായത് പേഴ്സണാലിറ്റീസ് ലൈക്ക് റിച്ചർഡ് ഡോക്കിൻസ്, ഗോഡ് ഡിലൂഷൻ, പിന്നെ ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഇങ്ങനത്തെ ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഈ കുറച്ചുകൂടെ ഒക്കെ സൈലന്റ് ആണ്. എന്നാലും അവർ ഒരുപാട് ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ഇവരുടെ എല്ലാം ഫ്രണ്ടിലും ഈ ഡോക്ടറുണ്ട്. അപ്പം അവര് മെയിനായിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ സയൻസും ലോകത്തിലെ ഒരു ടൈപ്പ് റിലീജിയനും അല്ലെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം സാറ് പറഞ്ഞത്, സാറ് ആദ്യമായിട്ട് യേശുവിനെ കണ്ടുമുട്ടുന്നത് തന്നെ ഇപ്പം ദൈവത്തെ പറ്റി അറിയാം, കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലെ തന്നെ ഇപ്പോൾ ഒരു മിറാക്കുലസ് ഇവന്റിൽ കൂടാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ഇതാവുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്? എനിക്കൊരു
സൂപ്പർ നാച്ചുറൽ ഒരു എക്സ്ട്രാ നാച്ചുറൽ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായെന്ന് പറയുന്ന ഒരു പക്ഷേ ഞാൻ കുഞ്ഞായിരുന്നത് കൊണ്ട് എനിക്ക് വായിച്ച് മനസ്സിലാക്കാനോ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനോ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലമായതുകൊണ്ടായിരിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടല്ല ഞാനിന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. പക്ഷേ ഒരു 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 ട്രൂത്ത് സീക്കറിനെ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പറ്റും. പിന്നെ ബിബ്ലിക്കൽ കൺസെപ്റ്റ് തന്നെ ഒരു ഡിവൈൻ അട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുക അസാധ്യമാണ്. പക്ഷേ അവിടെയാണ് ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യൻ്റെ മേലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വാക്കുകളിലൂടെയും അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെയും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കും. എൻ്റെ ഫ്രണ്ടിനോട് ഇപ്പോൾ സംസാരിച്ച് വന്നതേ ഉള്ളൂ. അതായത് ഒരു പ്രാവശ്യം മറ്റൊരു റിലീജിയനിൽപ്പെട്ട ഒരാൾ, ഭയങ്കര ഒരു ഫനാറ്റിക് റിലീജിയനിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഞാൻ ചെന്നു. ഞാനവിടെ ചെന്നിട്ട്, കാരണം എൻ്റെ സ്നേഹിതനായ ആ മതത്തിൽപ്പെട്ട ഒരു ആൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മക്കളെയും കാണാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത്. ഞാൻ അവിടെ വിദേശത്തുണ്ടായിരുന്ന ആളായിരുന്നു. ഞാനും എൻ്റെ വൈഫും കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവരെ പോയി കാണാൻ വേണ്ടി പോയതാണ്. പോയി അവിടെ ചെന്നവരെ കണ്ടു. പക്ഷേ അവർ വളരെ ഓർത്തഡോക്സ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരുന്നതുകൊണ്ട് ആ വൈഫിനൊന്നും അവിടെ വരാൻ പോലും പറ്റിയില്ല. നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയ്ക്ക് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ 2-3 ആ റിലീജിയനിൽപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങളോട് ആർഗ്യുമെൻ്റ് ആരംഭിച്ചു, എന്നോട് എസ്പെഷ്യലി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഞാൻ അവരോട് എനിക്ക് ഒരു ഗുണമുണ്ടായി. ഞാൻ പറഞ്ഞു, ക്യാൻ ഐ എക്സ്പ്ലെയിൻ ടു യു അബൌട്ട് ക്രൈസ്റ്റ് ഹും ഐ നോ. എനിക്കറിയാവുന്ന ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ അറിയുന്ന ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ദേ വർ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു കാര്യം ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ സ്നേഹിതൻ മരിച്ചു എന്നറിഞ്ഞ് മറ്റൊരു റിലീജിയൻ ആയിരുന്നിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി നല്ലപോലെ കാശ് മുടക്കി ആണ് ഞാൻ വന്നത്. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു, ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു കാശ് മുടക്കി ഭാര്യയും ഭർത്താവും കൂടെ കാണാൻ പോകുമോ ഇല്ലയോ? അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതാണ് വ്യത്യാസം. ഞാൻ അനുഗമിക്കുന്ന ഗുരുനാഥൻ എന്നെ പഠിപ്പിക്കുന്ന അതാണ്. അവിടെ എനിക്ക് റിലീജിയൻ പോലും ഒരു ബാരിയർ അല്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്ന മാർഗവും നിങ്ങൾ വിശ്വസിക്കുന്ന മാർഗവും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നോടൊന്നും മിണ്ടിയില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പോയി. ഇതേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ആക്ഷനിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന് കുറച്ചും കൂടെ മീനിങ് ഉണ്ടായിരിക്കും. അത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അത് ആൾക്കാരുടെ മനസ്സിലേക്ക് പെനട്രേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സാറിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ ക്രിസ്തീയ ഒരു ജീവിതത്തിൽ അനേകം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഓർമ്മയുണ്ടോ? അതോ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? എങ്ങനത്തെ ലൈഫ് ഒക്കെയാണ് അവർ ലീഡ് ചെയ്യുന്നത്? അതൊക്കെ എന്ന് പറയാം. എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള, ഇപ്പോഴും സ്വാധീനിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ സുഹൃത്തുക്കൾ. ആദ്യകാലങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കണക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങൾ കുറച്ചും കൂടെ ആഴമുള്ളതായിരുന്നു. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കുറവുകളിൽ കൂടെ നിൽക്കുവാനും ക്രിസ്തുവിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനും ഒക്കെ പരസ്പരം ശ്രമിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നോ എന്തെങ്കിലും നേടിയെടുക്കണമോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പുറകിൽ തള്ളിയൊരു സമൂഹമുണ്ടായിരുന്നു. അവർക്കൊക്കെ അവരോടൊക്കെ ചേർന്ന് നടന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രൈം പ്രയോറിറ്റി കൊടുക്കണമെന്ന് എനിക്കും ഒരു ബോധ്യമുണ്ടായിരുന്നു. അനേക സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ എല്ലാവരുമായും സജീവമായ ബന്ധം പുലർത്തുന്നതിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എങ്കിലും ഒരു പരിധി വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സമയവും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലെ സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോതമംഗലത്തുള്ള റോയ് ചായൻ, സാജു മാത്യു, അച്ചൻകുഞ്ഞലന്തൂർ, സാംകുട്ടി, ഹലേലിയയിലെ സാംകുട്ടി, അതുപോലെ തന്നെ എക്സോഡസിൻ്റെ പാസ്റ്ററായിരുന്ന റെജി, ഞങ്ങൾ കുട്ടിയെന്ന് നിക്നെയിം ഇട്ട് വിളിക്കുന്ന റെജി, രാജസ്ഥാനിലെ ഫിനി ഫിലിപ്പ്, അമേരിക്കയിലുള്ള വളഞ്ഞവട്ടത്തെ മോൻസി, PC ജേക്കബ്, ബാബു തുടങ്ങിയ അനേക സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ
കമ്മ്യൂണിറ്റിയിലും പിന്നെ ഞാൻ പഠിച്ച കോളേജുകളിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന അനേക സുഹൃത്തുക്കൾ, അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തോട് കാണിച്ച കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരിൽ മിക്ക ആളുകളും ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ അധ്വാനിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർക്ക് നേടിയെടുക്കാൻ കഴിയാമായിരുന്ന നേട്ടങ്ങളൊന്നും അവർ നേടിയിട്ടില്ലായിരിക്കാമെങ്കിലും അവർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ദിവ്യമായിട്ടുള്ള ദൈവിക ബോധവും ഇന്ന് മറ്റ് അനേകരിലും കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ സെക്കുലർ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള സെക്കുലർ ഫ്രണ്ട്സ് ഉണ്ട്. ജീവിതം കൊണ്ട് തന്നെ, ക്രിസ്തു ഇല്ലാതെ തന്നെ അവരുടെ ഒരു സെക്കുലർ ലൈഫ് എനിക്ക് പലപ്പോഴും മോഡലായിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന വ്യക്തികൾ അനേകം കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരുന്ന പ്രെയർ ഗ്രൂപ്പിൽ ആദ്യം ആരും വരുമായിരുന്നില്ല. റൂമുകൾ തോറും ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടും ആരും പ്രെയർ മീറ്റിങ്സിന് വന്നിട്ടില്ലായിരുന്നു ആഴ്ചകൾ. പക്ഷേ പതുക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. എൻ്റെ റൂമിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ വെച്ച് അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ പോയിരുന്ന സമയത്ത് 60-70 പേരുള്ള ഒരു പ്രെയർ ഗ്രൂപ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിന് ചുമൽ കൊടുത്തിരുന്ന, അതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന എല്ലാവരും തന്നെ ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അപ്പോൾ ചിലർ ജോലി ചെയ്യുന്നുണ്ട്, ഹയർ പൊസിഷനിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരെല്ലാവരും തന്നെ വളരെ മീനിങ് ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതൊക്കെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഒരു പൊട്ട ചോദ്യം ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഇപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഒരു ക്രിസ്ത്യൻ സ്പേസിലായിരുന്നുകൊണ്ട് തന്നെ, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. പക്ഷെ അതല്ലാതെ നിങ്ങളൊരു നോർമലി ഫ്രണ്ട്സ് ആയിട്ട് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? സെക്കുലർ ഫ്രണ്ട്സ്, ജസ്റ്റ് ഈവൻ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും പോലും, ഇപ്പം നമ്മൾ ഫുൾ ടൈം പ്രാർത്ഥനയോ അല്ലെ ബൈബിൾ വായിക്കോ അങ്ങനത്തെ പരിപാടി അല്ലല്ലോ. അല്ലാതെ എങ്ങനെയാ ഇപ്പോൾ എനിക്കിപ്പോൾ 2 ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെക്കുക, അപ്പോൾ അവരുമായിട്ട് ഞാൻ എങ്ങനെയാണ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നത്, അല്ല എങ്ങനെയാണ് അവരുമായിട്ടൊന്ന് മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഹാങ് ഔട്ടിന് പോകാൻ പറ്റുമെങ്കിലും കയ്യിൽ ആരുടെയും കാശുണ്ടായിരുന്നില്ല. പലപ്പോഴും ഉള്ളത് കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കുക, ഒരു മസാല ദോശ 4 പേരൊക്കെ കൂടി കഴിക്കുക എന്നുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ കാശുണ്ടെന്നുള്ള എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കപ്പെടുമായിരുന്നു. പക്ഷേ പല സുവിശേഷ പ്രവർത്തനങ്ങളിലും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ഏതെങ്കിലും ഒരു വ്യക്തി ഇൻവോൾവ് ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ ഭാഗമാകുകയും കോമൺ ആയിട്ടുള്ള ഒരുമിച്ചുള്ള മീറ്റിങ്ങുകളെ ചിലപ്പം പാർക്കുകളിലും പബ്ലിക് പ്ലേസുകളിലും ഒരുമിച്ച് കൂടുകയും ചുവരെഴുത്തുകൾ നടത്തുകയും, ഇപ്പം ഒരു മീറ്റിംഗ് വരികയാണെങ്കിൽ അതിനുവേണ്ടി മനപരിവർത്തനമല്ല മാനസാന്തരമാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്തെ അനേക ചുവരുകൾ വെയിറ്റ് വാഷ് ചെയ്ത് അത് എഴുതാൻ വേണ്ടി പോകുമായിരുന്നു. ഒട്ടും ആരെ ഹർട്ട് ചെയ്യാത്ത സുവിശേഷ സന്ദേശങ്ങൾ ധാരാളമായിട്ട് ഞങ്ങൾ റോഡിൽ എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ മിക്കവാറും രാത്രികളിലൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം പഠിത്തത്തേക്കാൾ ഉപരി, ഞാനന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയമാണ്, പഠിത്തത്തേക്കാൾ ഉപരിയായി അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഹാങ് ഔട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടാൻ പറ്റുമെങ്കിൽ കുറച്ച് കടല മേടിച്ചും 1-2 മസാല ദോശയൊക്കെ മേടിച്ച് കഴിച്ചും, പിന്നെ കാശുള്ള സമയത്ത് അല്പം ആഘോഷങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ യൗവനകാലം എന്ന് പറയുന്നത്. അതിന്നും ഞാൻ സന്തോഷിക്കുന്നു. മറ്റു പലരും പറയും യൗവനകാലം, യൂത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന കാലമാണ്. ഞാൻ പറയുന്നു, ഞാൻ അടിച്ചു പൊളിച്ചതുപോലെ മറ്റാരും അടിച്ചു പൊളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ഈ ലോകം പറയുന്ന ലെവലിലുള്ള അടിച്ചു പൊളിക്കലുകളായിരുന്നില്ല. ഞാൻ വളരെ സന്തോഷിച്ച് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്നെ സ്നേഹിച്ച എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ യുവജനങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ്. അതായത് ഇപ്പം പണ്ടത്തെ കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഇതെടുത്ത് പോകുന്നു, ഇനിഷ്യേറ്റീവ് എടുത്ത് പോവുകയാണ്. പക്ഷെ ഇന്ന് ആർക്കും അങ്ങനെ ഒരു സ്ഥലത്ത് കൂടേണ്ടതായിട്ടോ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരനെ കാണാൻ പോയാൽ പോലും ഇപ്പൊ അവിടെ ചെന്ന് 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഫോണെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അപ്പം ആ ഒരു ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി വെച്ച് ഇപ്പം ദൈവിക കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇപ്പം ബൈബിൾ പഠിക്കുന്ന കാര്യങ്ങളും ബൈബിളിൽ വായിക്കുന്ന കാര്യങ്ങളും ഒരു മടി എന്നുള്ളതിനേക്കാട്ടിലുപരി അതിനെക്കാട്ടിലും ബെറ്റർ എന്ന് തോന്നിപ്പിക്കുന്ന പല ഡിസ്ട്രാക്ഷൻസും നമ്മുടെ വിരൽത്തുമ്പുകളിൽ ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഈ
ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന് ഇങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. അത് അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലെയില്ല. അതേസമയം ബൈബിള് തുറന്ന് 5 വാക്യമാകുമ്പോഴത്തേക്ക് ഉറക്കം വരും. അപ്പം അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച് ഒരു എല്ലാം കൂടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുമല്ല. പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബൈബിള് വായിക്കാനോ അല്ലെങ്കിൽ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള സമയത്ത്, അപ്പൊ ഇപ്പൊ നമ്മൾ കൂട്ടുകാരായിട്ട് ഇരിക്കുമ്പോൾ പോലും ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരു ആശയം നമ്മൾ വെക്കുവാണെങ്കിൽ പോലും അവരത് അപ്പോഴേ ഷട്ട് ഡൗൺ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് ഇതേ ഉള്ളൂ, നമ്മളിപ്പം ഏത് കാര്യത്തിൽ സീരിയസ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഡിസ്ട്രാക്ഷൻസിൻ്റെ മെയിൻ കാരണം. ഇപ്പം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയ ഒരു വ്യക്തി അവനെ അതിന് നിർബന്ധിക്കുന്നതിൽ ഘടകങ്ങളുണ്ടായിരിക്കണം. അപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈബിൾ റീഡിങ് എന്നുള്ളത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കമ്പൽസറി എക്സസൈസ് ആയിട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പം അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ അതൊരാഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പം ഒരുപക്ഷെ പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനോ ഒരു മീറ്റിങ്ങിന് പോകാനോ ഇപ്പോൾ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പലപ്പോഴും ക്രിസ്ത്യൻ പ്രോഗ്രാംസ് ഒക്കെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കൂടിയാണ്, കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഇതുണ്ട്. പക്ഷേ അത് പലപ്പോഴും ആക്ടിവിറ്റിയുടെ എക്സ്ട്രീം ഇതിലേക്ക് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്ടിവിറ്റീസ് ആർ ഗുഡ്. മനുഷ്യൻ്റെ മനസ്സിനെ, യങ്സ്റ്റേഴ്സിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആക്ടിവിറ്റീസിലൂടെ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസും ബിബ്ലിക്കൽ ട്രൂത്ത്സും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ആവശ്യം. അതൊരു സെൻസിറ്റീവ് ഏരിയയാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. പക്ഷേ അവിടെ നമുക്ക് ഡെലിബറേറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം ദാറ്റ് വി സ്പെൻഡ് വിത്ത് ഗോഡ്, അതൊരു ഡെലിബറേറ്റായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ഏത് തിരക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം ബൈബിൾ വായിക്കാനും, ചാപ്റ്റേഴ്സ് ഒന്നും വായിക്കണ്ട, നമുക്ക് മനസ്സിലാക്കാത്ത ഭാഗങ്ങളും വായിക്കണ്ട, ഗോസ്പെൽസ് വായിക്കാനേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് റീഡ് ഗോസ്പെൽസ്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഗോസ്പൽ ഒരു 10 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ മനസ്സിലാക്കിയ ക്രിസ്തു അല്ല യഥാർത്ഥ ക്രിസ്തു എന്ന് മനസ്സിലാകും. ആ ഒരു റിവലേഷൻ തന്നെ ഒരു ഇൻറ്റിമസിയിലേക്ക് കൊണ്ടുപോയി ക്രിസ്തു. അതിപ്പോഴും ഒരുപാട് പേർക്ക് അറിയാൻ മേലാത്തൊരു സത്യം. ഈ ക്രിസ്ത്യൻസ് എന്ന് സ്വയം വിളിക്കുന്ന ആൾക്കാർക്ക് പോലും യഥാർത്ഥ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു. സാറിന്റെ ചർച്ചിന്റെ പേര് ഫെയ്ത്ത് സിറ്റി ചർച്ച്. ഓക്കെ. ഈ സെക്യുലർ ആയിട്ടുള്ള ഈ ലോകത്തിൽ ഇത്രയും ക്ലോസ് ആയിട്ട് ഇടപെടുമ്പോഴും ഒരു ഇതുപോലുള്ളൊരു കുറച്ച് എക്സ്ട്രീം ബിലീഫ്സ് ഉള്ളൊരു മെഗാ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഞാൻ ഭാഗമായിരിക്കുന്ന ഫെയ്ത്ത് സിറ്റി ചർച്ച് തുടക്കത്തിലൊരു വളരെ ചെറിയ ചർച്ചായിരുന്നു. ഓക്കെ. 1987 മുതൽ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന കാലം മുതൽ ഞാനതിൻ്റെ ഭാഗമായിരുന്നു. ആ ചർച്ചിൻ്റെ മുമ്പുണ്ടായിരുന്ന പാസ്റ്ററുടെ കാലഘട്ടത്തിലാണ് ഞാൻ പാലക്കാട് വെച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് അതിൻ്റെ ഫ്രം ബിഗിനിങ് ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് അതിൻ്റെ ഫെയ്ത്തിനെ കുറിച്ച് എനിക്ക് നല്ല കൺവിക്ഷനുണ്ട്. ഒരു വലിയ ജനസമൂഹം ദുഃഖിതരും ഭാരമുള്ളവരുമായിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ആശ്വാസത്തിൻ്റെ കരത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നതെങ്കിലും ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനിലാണ് സഭ വളരുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ സഭ മുൻതൂക്കം കൊടുക്കുന്നത്. അവിടെ മെയിൻ കോൺഗ്രിഗേഷനുകളിൽ വരുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഒരു പുതിയതായി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ്. ചില മാസങ്ങളോ വർഷങ്ങളോ മാത്രമേ അവർക്ക് ഈ ഫെയ്ത്തിൽ വന്നിട്ടായിട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയ്ത്ത് സിറ്റി സഭയിൽ അവരുടെയൊക്കെ ആശ്വാസത്തിനായി ബൈബിളിൻ്റെ ഫാക്ട്സ്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ ധൈര്യമുള്ളവരാക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെ ശക്തമായി അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഒരു 300ഓളം പേരടങ്ങുന്ന ഒരു സമൂഹം സുശേഷീകരണത്തിന് തന്നെയുണ്ട്. അതിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഓരോ വ്യക്തിക്കും ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും തുറന്നിരുന്നുണ്ട്. സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന അതേ സ്റ്റേജിൽ തന്നെ ഞാൻ ആഴമുള്ള ശിഷ്യത്വത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നുണ്ട്. രണ്ടും ഒരു സ്റ്റേജിൽ നിന്ന് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ പുറകിലെ സഭ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സുശേഷീകരണത്തിന് 2 തലങ്ങളുണ്ട്, പല ഫേസറ്റ്സ് ഉണ്ട്. ഒന്ന് ദുഃഖിതനെ ആശ്വസിപ്പിക്കുന്ന ദൈവം, 2 ക്രിസ്തുവിനോട് ചേർന്ന് നടക്കേണ്ട ശിഷ്യന്മാർ. അത് രണ്ടും 2 ഫേസറ്റ് ആയതുകൊണ്ട് രണ്ടും
സഭ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഭാഗം ഞാൻ നിർവഹിക്കുന്നു. മറ്റു ഭാഗങ്ങൾ സഭയിലെ മറ്റംഗങ്ങൾ, ദൈവദാസന്മാർ, സഭയുടെ സീനിയർ പാസ്റ്റർ, മറ്റ് ശുശ്രൂഷകൾ അവരൊക്കെ നിർവഹിക്കുന്നു. വളരെ യോജിച്ചാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. നൂറുകണക്കിന് ആൾക്കാർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. അനേകർ വളരെ ഡീപ്പർ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഫേസ് സിറ്റി സഭയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഈ പല മാസ്കുകളുള്ളൊരു മനുഷ്യനാണ്. അതായത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം പാസ്റ്ററാണ്, സയന്റിസ്റ്റാണ്, അങ്ങനെ പല 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 കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ഫാമിലിയുടെ കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത്? എൻ്റെ കുടുംബമായിരുന്നു എൻ്റെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ്, സപ്പോർട്ട്. എൻ്റെ ഭാര്യയും സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. ഓക്കെ. വളരെ ഉത്തരവാദിത്തങ്ങളുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഡിവിഷൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. പേര് ഡോക്ടർ ജോസ്ലിൻ ജോസ്. ഓക്കെ. ഞാനില്ലാത്ത സമയങ്ങളിലും ഞാനില്ലാത്ത കുറവ് എൻ്റെ വീടിനെ വരാതെ വണ്ണം എൻ്റെ ഭാര്യ തിരക്കുകളുടെ ഇടയിലും അത് ചെയ്യുന്നത് കൊണ്ട് എന്നെപ്പോലെ തന്നെ സുവിശേഷീകരണത്തിൽ വലിയ റിവാർഡ്, പ്രതിഫലങ്ങൾ എൻ്റെ ഭാര്യയ്ക്കായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മക്കളും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് സംശയമുള്ളപ്പോഴും അതിന് കണക്കാക്കാതെ എൻ്റെ മക്കളും അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ ഇമോഷൻസിലൂടെയും അവരുടെ സ്നേഹത്തിലൂടെയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മദർ എൻ്റെ കൂടെയുണ്ട്. എല്ലാ കാലങ്ങളിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ എന്നും എൻകറേജ് ചെയ്യുക, എൻ്റെ മദർ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ ദീർഘനാൾ മാറി നിന്നാൽ അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങൾ മുടങ്ങിക്കിടന്നാൽ എൻ്റെ മമ്മിയോ എൻ്റെ വൈഫോ ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് പറയാറില്ല. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ബെസ്റ്റായിട്ട് അവർ ചെയ്യുന്നു. അവർ എനിക്ക് വേണ്ടി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ കുടുംബത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെയ്യുകയും എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ കുടുംബം കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നു. അവരാണ് ഈ സുവിശേഷീകരണത്തിൽ എനിക്ക് ഏറ്റവും വലിയ സ്ട്രോങ് സപ്പോർട്ട് തരുന്നത്. ഓക്കെ. ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം ചോദിക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ് അവർക്ക് കല്യാണം കഴിക്കേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട. അപ്പോൾ അവരോടൊക്കെ എന്തോ പറയാം? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നത് വിവാഹത്തിലൂടെയും കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളെയൊക്കെ പേടിച്ചിട്ടാണ്. അനേക വിവാഹ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് കൊണ്ടും വിവാഹ ജീവിതത്തിൽ അനേക അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നവർക്ക് തോന്നുന്നത് കൊണ്ടുമാണ് വാസ്തവം പറഞ്ഞാൽ അവർ വിവാഹം വേണ്ട അഥവാ വിവാഹത്തെ ഭയപ്പെടുന്നത്. അവരോട് പറയുവാനുള്ളത്, യഥാർത്ഥമായിട്ടുള്ള ദൈവികമായ സ്നേഹത്തിൽ അവർ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിലകൊള്ളുന്നുവെങ്കിൽ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ മനസ്സുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ദൈവഹിതത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വിവാഹ ബന്ധങ്ങളിൽ പലപ്പോഴും നമുക്ക് സിനിമയിലോ സീരിയലിലോ കാണുന്നത് പോലെയുള്ള ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ചില തലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് നടക്കാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചും കൂടെ സോബറായിട്ട് തിങ്ക് ചെയ്യും. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ടൊരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതം പെർഫെക്റ്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഭയപ്പെടേണ്ടതൊന്നും ആവില്ല. ജീവിതത്തിൽ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ അവിടെ കൊടുക്കൽ വാങ്ങലുകളോടെ, ഗീവ് ആൻഡ് ടേക്കിലൂടെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കുടുംബം ഭൂമിയിൽ ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകുവാനോ മക്കൾ വേണ്ട എന്ന് പറയാനോ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ ഇത്രയും കാലം യൂത്ത്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും ആ മേഖല തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സത്യം പറയാം, അവരിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴും? എൻ്റെ പ്രതീക്ഷയെല്ലാം യുവാക്കളിലാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 50% യുവാക്കളാണ്. പ്രതീക്ഷ അവരിലാണ്. അവർ പ്രതീക്ഷയ്ക്ക് ഉയർന്നേ മതിയാവുകയുള്ളൂ. സഭയുടെയും സമൂഹത്തിൻ്റെയും എല്ലാം പ്രതീക്ഷ അവരിൽ മാത്രമാണ്. പക്ഷെ എനിക്ക് മാതാപിതാക്കളോടും എൽഡേഴ്സിനോടും ഒരു അപേക്ഷയുണ്ട്. അവരുടെ തെറ്റുകളോടുകൂടെ സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ തെറ്റുകൾ അവരിലുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഉപദേശിക്കുവാൻ പറ്റണം. അതല്ലാതെ അവരുടെ നേരെ വിരൽ ചൂണ്ടരുത്. പലപ്പോഴും ഇന്നത്തെ തലമുറ അകന്നു പോകാൻ കാരണം അവരുടെ തെറ്റുകളുടെ നേരെ പരോക്ഷമായും പ്രത്യക്ഷമായും റിയാക്ട് ചെയ്യുന്നു. അവരുടെ നേരെ വിരൽ ചൂണ്ടുന്നു, അവരെ ന്യായം വിധിക്കുന്നു എന്നുള്ളതാണ്. അതുണ്ടാകാൻ പാടില്ല. എല്ലാവരും കടന്നു പോകുന്നത് ഈ യുവത്വത്തിൻ്റെ നാളുകളിലൂടെയാണ്. കാലുകൾ ഇടറാത്തവരായോ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ അല്പമെങ്കിലും പതറാത്തവരാരുമില്ല. ആ ഒരു പരിഗണന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം.
അവരായിരിക്കുന്ന ഈ സമൂഹത്തിലെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കൂടുതൽ ടെംപ്റ്റേഷൻ അവരെ വശംവദരാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ചേർത്ത് നിർത്താനും അവരുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാനും അവരെ ചേർത്ത് നിർത്തി ഉപദേശിക്കുവാനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുവാനുമുള്ള ഒരാർജവം നമ്മളുടെ സീനിയേഴ്സ് മുതിർന്നവർ കാണിക്കുന്നുവെങ്കിൽ നമ്മളുടെ യുവാക്കളിൽ വലിയ പ്രതീക്ഷകൾ ഇന്ന് ഉറങ്ങുന്നുണ്ട്. അവരാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ, അവരാണ് നാളെ സഭയുടെ പില്ലേഴ്സ്, അവരാണ് സമൂഹത്തിൻ്റെയും അവർ തന്നെയാണ്. എൻ്റെ പ്രതീക്ഷകളെല്ലാം അവരിലാണ്. താങ്ക് യു.